നമസ്കാരം. ആണവ കരാർ സംബന്ധിച്ച് പലതരത്തിലുള്ള ചർച്ചകളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. എന്നാൽ ഏറ്റവും ഒടുവിലായി പുതിയ ചർച്ച വേണമെന്നാണ് ഇറാന് മുൻപിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വച്ചിരിക്കുന്ന ആവശ്യം. ചർച്ചയ്ക്ക് തയ്യാറല്ലെങ്കിൽ ഇറാനിൽ ബോംബിടുമെന്ന ഭീഷണിയും അദ്ദേഹം മുഴക്കിയിട്ടുണ്ട്. പശ്ചിമേഷ്യ സംഘർഷത്തിൽ മുങ്ങിയിരിക്കെ ട്രംപ് ഉയർത്തുന്ന ഭീഷണി മേഖലയിൽ കൂടുതൽ അസ്വസ്ഥത പടർത്തിയിരിക്കുകയാണ്. ട്രംപ് നടത്താൻ സാധ്യതയുള്ള ഏത് നീക്കങ്ങളെയും നേരിടാൻ ഇറാൻ ഒരുങ്ങുകയാണ് എന്നാണ് വിവരം. അയൽ രാജ്യങ്ങളോട് ഭീഷണി കലർത്തി ചില ആവശ്യങ്ങൾ ഇറാൻ ഉന്നയിച്ചിട്ടുണ്ട്. കാരണം അമേരിക്കൻ സൈന്യത്തിന്റെ സാന്നിധ്യമുള്ളതാണ് ഇറാന്റെ അയൽ രാജ്യങ്ങൾ. പ്രത്യക്ഷ ചർച്ചയ്ക്കില്ലെന്നും പരോക്ഷ ചർച്ചയാകാമെന്നും ഇറാൻ അറിയിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളിൽ ചർച്ച നടത്തുമ്പോൾ മധ്യസ്ഥരായ ഏതെങ്കിലും രാജ്യമോ സംഘടനകളോ ആവശ്യമാണ്. ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൽ ഖത്തർ, ഈജിപ്ത് എന്നിവരാണ് മധ്യസ്ഥത വഹിക്കുന്നത്. ആഫ്രിക്കയിലെ അഫ്ഗാനിലെയും പ്രശ്നങ്ങളിലും ഖത്തറാണ് ചർച്ചയ്ക്ക് കളമൊരുക്കിയത്. റഷ്യയും യുക്രൈനും തമ്മിലുള്ള തർക്കത്തിൽ സൗദിയാണ് മധ്യസ്ഥർ. ഇറാനും സൗദി അറേബ്യയും നേരത്തെ തർക്കമുണ്ടായിരുന്ന വേളയിൽ മധ്യസ്ഥത വഹിച്ചത് ചൈനയായിരുന്നു. ഖത്തറും സൗദിയും തമ്മിൽ പോര് ശക്തമായ വേളയിലും ചൈനയാണ് ഇടപെട്ടത്. എന്നാൽ അമേരിക്കയും ഇറാനും പുതിയ ചർച്ചയ്ക്ക് ഒരുങ്ങാനിരിക്കെ ആര് മധ്യസ്ഥത വഹിക്കുമെന്ന ചോദ്യത്തിനും ഇറാൻ മറുപടി നൽകി. ട്രംപ് ആവശ്യപ്പെടുന്ന പോലെ നേരിട്ടുള്ള ചർച്ചയ്ക്ക് ഇറാൻ തയ്യാറല്ല. പകരം പരോക്ഷ ചർച്ചയാകാമെന്ന് മുതിർന്ന ഇറാൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി വിവരമുണ്ട്. ഒമാൻ വഴിയുള്ള പരോക്ഷ ചർച്ചയാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഇറാനുമായി ഉടക്കി നിൽക്കുന്ന യൂറോപ്പിലെ ചില രാജ്യങ്ങളുമായുള്ള ചർച്ചയ്ക്കും ഒമാൻ ഇടനിലക്കാരായിരുന്നു. അതേസമയം ഇറാഖ്, കുവൈറ്റ്, UAE, ഖത്തർ, തുർക്കി, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങൾക്ക് ഇറാൻ നോട്ടീസ് അയച്ചുവെന്നാണ് മറ്റൊരു വിവരം. അമേരിക്ക ഇറാനെതിരെ ആക്രമണം നടത്തുമ്പോൾ അമേരിക്കൻ സൈന്യത്തെ സഹായിക്കരുതെന്നാണ് നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അമേരിക്കൻ സൈന്യത്തിന് നിങ്ങളുടെ വ്യോമപാത ഉപയോഗിക്കാൻ നൽകരുതെന്നും ഇറാൻ ആവശ്യപ്പെട്ടു. അമേരിക്കൻ സൈന്യത്തിന് സഹായം നൽകുന്നത് തങ്ങൾക്കെതിരായ പ്രവർത്തനമായി കണക്കാക്കുന്നുവെന്നാണ് ഇറാൻ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ ഇറാന്റെ നോട്ടീസുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ മറ്റു രാജ്യങ്ങൾ തയ്യാറായിട്ടില്ല. ഇത്തരം സന്ദേശത്തെക്കുറിച്ച് അറിയില്ലെന്നാണ് തുർക്കി വിദേശകാര്യ മന്ത്രാലയം പ്രതികരിക്കുന്നത്. അമേരിക്കൻ സൈന്യത്തിന് ഉപയോഗിക്കാൻ തങ്ങളുടെ പ്രദേശം അനുവദിക്കില്ലെന്ന് കുവൈറ്റ് അറിയിച്ചുവെന്ന് ഇറാൻ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.